ഈ ഗംഗാവലി പുഴയിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. മനാഫിന് അക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. എന്താണ് ഇത് ചേസ് നമ്പറാണ്. അതായത് ഒരു വാഹനത്തിന് ഒരു പ്ലേറ്റാണ് ഉണ്ടാവുക. ഈ പ്ലേറ്റ് പ്രകാരം ഇത് അശോക് ലൈലൻഡിൻ്റെ വണ്ടിയാണിത്. അശോക് ലൈലൻഡിൻ്റെ വണ്ടീൻ്റെ നേരത്തെ കിട്ടിയതൊന്നും അശോക് ലൈലൻഡ് അല്ല, ഏതൊക്കെ ടാറ്റൻ്റെ അതിന് ഇതുവരെ കിട്ടിയത്. മുന്നേ കിട്ടിയിരുന്ന കുറെ പാർട്സുകൾ ഞാൻ അന്നേ പറഞ്ഞു. അതായത് ഇപ്പോൾ പുഴയിൽ ഉള്ള വാഹനം എന്ന് പറയുന്നത് ഒന്ന് മനാഫിന്റെ ഭാരത് ബെൻസ് ആണ്, മറ്റൊന്ന് ഇന്നലെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ടാറ്റയുടെ ഒരു വണ്ടിയാണ്. അതിൽ കൂടാതെ മറ്റൊരു വാഹനം കൂടി ഉണ്ട് എന്നാണ്, അത് അശോക് ലൈലൻഡിന്റെ വാഹനം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ദുജ ഗ്രൂപ്പിന്റെ വണ്ടിയാണിത്. ഇന്ദുജ ഗ്രൂപ്പിന്റെ അശോക് ലൈലൻഡിന്റെ പ്ലേറ്റ് ആണിത്. മുന്നേ ഞമ്മക്കൊരു ഫ്രണ്ട് കിട്ടിയിരുന്നു താഴേന്ന്, ഓർമ്മ മിലിറ്ററി കൊണ്ടുപോയി വെച്ച്. അന്ന് ഞാൻ പറഞ്ഞു അശോക് ലൈലൻഡിന്റെ വണ്ടിന്റെ ഭാഗമാണത്. ആ സാധനം അന്ന് അതിനുശേഷം പിന്നെ കിട്ടുന്നത് ആ വെള്ള കളറിലുള്ളത്. അതിനുശേഷം ഈ സാധനം ഈ പ്ലേറ്റ് എടുത്ത് തന്നോട് കൂടിയിട്ടാണ് ഈശ്വർ മൽപ്പന്റെ കാര്യത്തിൽ തീരുമാനമായത്. അതായത് ഇതിന്റെ എഞ്ചിൻ നമ്പറും അതോടൊപ്പം തന്നെ ചേസ് നമ്പറും നോക്കിയാൽ ഈ വാഹനത്തിന്റെ ഉടമ ആരാണെന്ന് തിരിച്ചറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു പ്ലേറ്റോട് കൂടിയിട്ട് ഈ വണ്ടിന്റെ സകല ജാതകവും ഇതിലുണ്ട്. ഈ വണ്ടിന്റെ അത്തരത്തിലുള്ള പരിശോധന നടത്തിയോ? ആരാ നടത്തേണ്ടത്? നടത്തേണ്ട ആളുകൾ ഇതായിട്ട് ഇത് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് എറിഞ്ഞിക്കുക. ഇപ്പൊ ആരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കയ്യിലേക്ക് എത്തുന്നു? ഇത് നേരത്തെ ഈശ്വർ മലപ്പയ്ക്ക് കിട്ടിയതായിരുന്നു. ഇത് പൂർണ്ണമായിട്ട് ചളിയായിരുന്നു. ഞാനിത് വെള്ളത്തിലിട്ടിട്ട് അവിടുന്ന് കഴുകിയിട്ട് ഉണക്കി വെച്ചിരുന്ന സമയത്ത് ഒരു പോലീസുകാരൻ എടുത്തു കൊണ്ടുപോയതാ. അയാളെ ഞാനിപ്പോൾ ഭീഷണിപ്പെടുത്തിയതാണ്. ഞാൻ പറഞ്ഞ് അരമണിക്കൂർ കൊണ്ട് SI-നോട് പറഞ്ഞ് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിത് ഫുള്ള് ഫോട്ടോ ഓൾറെഡി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് നേരത്തെ ചാനലിലൊക്കെ കൊടുത്തിനു. ഈ സാധനം അയാൾ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ കളയുക. സ്ക്രാപ്പ് ചെയ്ത വാഹനത്തിന്റെ ഭാഗമായിട്ടും ആവാൻ സാധ്യതയില്ലേ? ഏത് സ്ക്രാപ്പ് ചെയ്ത്? ഇത് ഏതെങ്കിലും സ്ക്രാപ്പ് ചെയ്ത് അതെങ്ങനെ ഈ ഗംഗാവലി പുഴേൻ്റെ ഉള്ളിൽ വരിക? ഇത് ഗംഗാവലി പുഴയിൽ നിന്ന് എടുക്കുന്നതിന്റെ ഫുൾ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈശ്വർ മൽപ്പയാണ് എടുത്തത്. ഈശ്വർ മൽപ്പയാണ് എടുത്തത്. ഇതാണോ ഈശ്വർ മൽപ്പയുമായുള്ള അഭിപ്രായ ഭിന്നത ഈ കാരണം? ഇതാണ് കാരണം. ഈ സാധനം ഈശ്വർ മൽപ്പയെ തിരിച്ചു പോകുന്ന ആ സമയത്ത് അമ്മയോട് വാക്ക് കൊടുത്തതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈശ്വർ മൽപ്പയെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. അതെ, അമ്മ വിളിച്ചിട്ടുണ്ട് ഈശ്വർ മൽപ്പനെ. അമ്മന്റെ വാക്ക് നിരസിക്കില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. ഈശ്വർ മൽപ്പ തിരിച്ചു വരും. പക്ഷേ ഈശ്വർ മൽപ്പയ്ക്കോട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും ആയാലും MLA ആയാലും ഒക്കെ പറയുന്നത് അദ്ദേഹം സമാന്തരമായൊരു തെരച്ചിൽ നടത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും പാലിച്ചില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഈ സുരക്ഷാ ക്രമീകരണം ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ സുരക്ഷാ ക്രമീകരണം, ആവശ്യമില്ലാത്തപ്പോൾ സുരക്ഷാ ക്രമീകരണം, ഇതൊക്കെ ഇങ്ങനെ പറയാൻ അവർക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇവരെ മാനം കാക്കാൻ വേണ്ടിയിട്ട് കാർവാറിൽ ആ ഒരു പാലത്തിന്റെ മേലെ നിന്ന് ഒരു ലോറി പോയിട്ട് ഇതിനേക്കാളും ഡേഞ്ചറിൽ കടലിന്റെ തൊട്ടടുത്ത് ആ ലോറി കിടന്നിട്ട് ഇതിനേക്കാളും ആഴമുള്ള പുഴയിൽ ഇതിനേക്കാളും കഷ്ടപ്പെട്ടിട്ട് ആ ലോറി എടുത്തു കൊടുക്കുമ്പോൾ ഇവർക്ക് ആർക്കും ആ സുരക്ഷിതത ബോധമില്ലേനോ? കേരളത്തിലെ മാധ്യമങ്ങൾ സമയം പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. നിങ്ങളെ ചാനലടക്കം തൽക്ഷമ അത് സംപ്രേഷണം ചെയ്ത് അതിനുശേഷം ഇവിടെ ഗംഗാവലി പോയ 9 നോട്ട് കുത്തി ഒലിക്കുന്ന ടൈമിന് ഈശ്വർ മൽപ്പനെ ഇവിടെ ഇറക്കിയല്ലോ. അപ്പോഴും ഈ ഒരു പ്രശ്നം ഇല്ലല്ലോ. ഇപ്പം പലതും കണ്ടെത്തുമ്പോൾ സുരക്ഷ അതൊക്കെ വരും. അതൊക്കെ പ്രതിരോധത്തിലാവുമ്പോഴാണോ ഇത്തരത്തിലുള്ള? തീർച്ചയായിട്ടും ഇവരിപ്പോൾ ആകെ കുടുങ്ങിക്കിന്. ഈശ്വർ മൽപ്പ അവസാനം പോകുന്ന സമയത്ത് പറഞ്ഞത് ഇനി ഒരു ദിവസം കൂടി എനിക്ക് തരികയാണ്, ഇനി ഒരു 10 വണ്ടിയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു തരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അല്ല പറയാ അയാളെ ഇന്നെ ഒന്നും വിലക്ക് വാങ്ങാൻ കഴിയില്ല. അല്ല, ഈശ്വർ മൽപ്പ പോകുമ്പോൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ശണ്ട കൂടി ഞാൻ ഇവിടെ നിൽക്കാനില്ല, ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാനില്ല, ഇനിയും ശണ്ട കൂടാൻ അദ്ദേഹം തിരിച്ചു വരുമെന്നാണോ? ആയിരക്കണക്കിൽ മൃതദേഹങ്ങളും ആയിരക്കണക്കിൽ വാഹനങ്ങളും എടുത്തിട്ട് എക്സ്പീരിയൻസ് ആയ, കർണാടകയിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മുങ്ങൽ വിദഗ്ധനാണ് ഈശ്വർ മൽപ്പ. അയാളെ ഇതുപോലെ അപമാനിക്കലും ഇതുപോലെ നിരന്തരം, ഇതിപ്പം തുടങ്ങിയതല്ല. ഈശ്വർ മൽപ്പ ഇന്നൊരു ദിവസം കൊണ്ട് എടുത്ത തീരുമാനമല്ല അത്. ഒരുപാട് കാലമായിട്ടും പിന്നെ ജീവന് ഭയം ആർക്കാ ഇല്ലാതൊക്കെ അപമാനിതനായാണ് തിരിച്ചു പോയത്. അപമാനിതനായിട്ടും ഭയപ്പെടുത്തിയിട്ടുമാണ് പറഞ്ഞേക്കണത്. ഇന്നെ പറഞ്ഞയച്ചിക്കണ് ESP പോയിക്കോ അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ട് എന്നുള്ള ലെവലിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനിത് അനുഭവിച്ച ആളാണ്. ഇത് തന്നെ ഈ സീരിയൽ നമ്പറിൽ അടങ്ങിയ ചേസിന്റെ ഒരു ഫ്രെയിമാണിത്.
ഇത് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ഇത് നിങ്ങളെ ചാനൽ ഇത് അന്വേഷിക്കണം. ഈ ചേസ് നമ്പറിൽ ഈ വാഹനം എവിടെ ഏത് വർഷമാണ് മാനുഫാക്ചർ ചെയ്തത്, A to Z കാര്യം ഈ പ്ലേറ്റിൽ നിന്ന് കിട്ടും. അതോട് കൂടിയിട്ട് എന്താവും, ഇതിനൊരു തീരുമാനം ഈ വണ്ടിന്റെ ഓണറെ കിട്ടും. ഹലോ, മിനി RC ബുക്കാണ് ഇത് മിനി RC ബുക്കാണ്. നാമക്കല്ലിൽ നിന്ന് 2-3 പേരിനാണ് മിസ്സായിട്ടുള്ളത്. ഇവിടെ അതിൽ ഒരാളിനാണ് കിട്ടിയിട്ടുള്ളൂ. നാമക്കല്ല് ഓണേഴ്സിന് മൂന്ന് ഡ്രൈവർമാരും കിട്ടിയിട്ടുണ്ട്. ഇനി 2 ഇല്ല അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയില്ല. ഇവിടെ ഈ വരാനുള്ള സാധ്യതയുണ്ടോ? അല്ല അങ്ങനല്ല. ഇവര് പറയുന്നത് തമിഴ്നാട്ടിലെ ഇനിയും 2 നമുക്കല്ല. ഇവര് ലോറി ഡ്രൈവർ അസോസിയേഷന്റെ ആളുകളാണ്. അത് ഓരോ ഇതാണ് ഇങ്ങനെ 2 ആളെ കിട്ടാണ്ട്. അങ്ങനെ 2 ആളുകൾ ഇങ്ങോട്ട് വരട്ടെ അല്ലേ? ആരെ കാണാതായത്? തീർച്ചയായിട്ടും അവര് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സ്വതന്ത്ര സംഘടനകള് അവിടുത്തെ തമിഴ്നാട് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇത് ഒരു ലൈലാൻഡിന്റെ ആണ്. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ടാറ്റന്റെ ആണ്. അതിന്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാഹനത്തിന്റെ ഭാഗങ്ങൾ ടാറ്റ കുബിൻസ് എഞ്ചിനടക്കമുള്ള ഭാഗങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. മറ്റേതെങ്കിലും വാഹനത്തിന്റെ പാർട്സുകൾ കിട്ടിയതായിട്ട് അറിയില്ല. പക്ഷേ മനോഹ് പറയുന്നത് ഇതിന്റെ അശോക് ലാലിന്റെ ചില പാർട്ടുകളായിരുന്നു ആദ്യം കിട്ടിയത്, അത് തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറയുന്നു. ഇത് ഇവിടെ ഈ മണ്ണ് മുന്നേ കിട്ടിയത് അശോക് ലേലന്റെ പാട്ടുകളായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഈ വണ്ടി അശോക് ലേലന്റെ ഉള്ളിലുള്ളത്. പുറത്തേക്ക് ഇന്നലെ വന്ന് നോക്കുമ്പോഴാണ് ടാറ്റന്റെ വണ്ടിയായിട്ട് മനസ്സിലായത്. അതായത് മെയിൻ കുമിൻസിന്റെ എഞ്ചിൻ കിട്ടിയോട് കൂടിയിട്ട് ഒരു വണ്ടി പൂർണ്ണമായിട്ട് ടാറ്റന്റെ വണ്ടി ഉണ്ട്. അതല്ലാതെ മുൻകാലങ്ങളിൽ കിട്ടിയ പാർട്സുകൾ അധികം കിട്ടിയത് അശോക് ലേലൻഡ് വണ്ടിൻ്റെ ആണ്. അതൊക്കെ റെക്കോർഡ് നമ്മളെല്ലാവരുടെ കയ്യിലും ഫോട്ടോസ് ഉണ്ട്. അത് ഏത് വിദഗ്ധന്മാരോട് അന്വേഷിച്ച് കഴിഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് തിരിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെ ചാനലിൽ മാത്രമാണ് ഇത് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്. ഇത് ഞാൻ അധികാരികളെ കൈ കൊടുക്കണം. കാരണം ഇത് മെയിൻ എവിഡൻസ് ആണ്. എനിക്ക് പേടിയുണ്ട് ഇത് ഇവിടുന്ന് നശിച്ചു പോകാനോ ഇത് കളഞ്ഞു പോകാനോ സാധ്യത ഉണ്ട് എന്നുള്ളത്. അത് ഞാൻ നിങ്ങളെ മാധ്യമത്തിലൂടെ പറയാണ്. കൂടുതൽ വാഹനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇവരുടെ ആരോപണം. കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ചേസിന്റെ മുകളിലുള്ള ഒരു ബോർഡാണ്. ഈ ബോർഡ് ഉള്ള ഒരു വാഹനം, അതായത് അശോക് ലാൻഡിന്റെ ഒരു വാഹനം ഇവിടെയുണ്ട്. ആ വാഹനത്തിന്റെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ തെരച്ചിൽ നടത്തണം എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് പനിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ ഷിരൂർ.